സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയത്തിൽ 5-ാമത്തെ ദശകത്തിൽ 7-8 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ സങ്കല്പം കൊണ്ട്, കൃപ കൊണ്ട് അന്ധഃകരണത്തെ സൃഷ്ടിച്ച് ശബ്ദത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം 8-ാമത്തെ ശ്ലോകത്തിൽ ആ പഞ്ചഭൂതങ്ങളെ ഏത് വിധത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് വിവരിക്കണം. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ഭൂമൻ മാനസബുദ്ധ്യങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാൽ സത്വാംശ ഏവാസൃജൽ. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്താമസാംശാൽ പുനഃതന്മാത്രം നഭസോ മരുൽപുരപതേ ശബ്ദോ ജനി ത്വൽബലാൽ. മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയണം ഈ ശ്ലോകത്തിൽ, ഗുരുവായൂരപ്പ, അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ സത്വാംശം തന്നെ, അതായത് സാത്വിക അഹങ്കാരം തന്നെയാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ വൃത്തികളോടുകൂടിയ അന്ധഃകരണത്തെ സൃഷ്ടിച്ചത്. ഗുരുവായൂരപ്പനോടായിട്ടാണല്ലോ മേൽപ്പത്തൂര് ഓരോ ദിവസവും അവിടുത്തെ തന്നെ അവതാര ലീലകൾ ഭാഗവതം സംഗ്രഹിച്ചുകൊണ്ട് വിവരിക്കുന്നത്. ഇവിടെ ആ അന്ധഃകരണത്തെ ഗുരുവായൂരപ്പ അവിടുന്ന് ഏത് വിധത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് മേൽപ്പത്തൂർ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു. പിന്നീട് തൈജസത്തിൽ നിന്ന്, അതായത് രജോഗുണത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളെ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അങ്ങനെ ആ ഇന്ദ്രിയ സമൂഹത്തെ സൃഷ്ടിച്ചു എന്ന് പറയണു. അതിനുശേഷം ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ ആ ശക്തി കാരുണ്യം ഒന്നുകൊണ്ട് തന്നെ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദവും സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ശബ്ദവും ഉണ്ടായി എന്നിങ്ങനെ ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂര് പറയണു. ഇനി അടുത്ത ശ്ലോകത്തിൽ അവിടുത്തെ ആ പഞ്ചഭൂതങ്ങളുടെ ആ സൃഷ്ടിയാണ് വർണ്ണിക്കുന്നത്. ശബ്ദാദ്യോ മത്തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാൽ രൂപമതോ മഹോധചരസം തോയശ്ച ഗന്ധം മഹിം. ഏവം മാധവ പൂർവപൂർവകലനാദാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസൽ. ഗുരുവായൂരപ്പനോട് പറയണു, ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞു. ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ ശക്തി കൊണ്ട് ശബ്ദം ഏത് വിധത്തിലാണ് ഉത്ഭവിച്ചത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചു. അതിനുശേഷം ഗുരുവായൂരപ്പ ആ ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് തേജസ്, തേജസ്സിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി എന്നീ ക്രമത്തിൽ നിന്ന് അവിടുന്ന് സൃഷ്ടിച്ചു. ഇപ്രകാരം മുമ്പുണ്ടായവയുടെ സംയോഗം ഹേതുവായിട്ട് തന്നെ ആദ്യമുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂത സഞ്ചയത്തെ, അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, അവിടുത്തെ കൃപ കൊണ്ട്, അവിടുത്തെ ശക്തി കൊണ്ട്, അവിടുത്തെ സങ്കല്പം കൊണ്ട് അവിടുന്ന് തന്നെ താമസത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും ചെയ്തു എന്നിങ്ങനെ ഗുരുവായൂരപ്പനോട് ഈ ശ്ലോകത്തിൽ കൂടി മേൽപ്പത്തൂര് സൂചിപ്പിക്കണം. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഈ വിരാട് പുരുഷോൽപത്തിയെക്കുറിച്ച് ആണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നിൽ നിന്ന് തന്നെ സ്വയംഭൂവായിട്ട് ഉത്ഭവിച്ച ആ വിരാട് രൂപി
ആദ്യം ഒരു ജഡവസ്തുവായിട്ട് അവിടെ വർത്തിക്കണു. ചൈതന്യമില്ലാണ്ട്, ചലിക്കാൻ ശക്തിയില്ലാണ്ട് അവിടെ വർത്തിക്കണു. അപ്പോഴാണ് ഭഗവാൻ തന്നെ തൻ്റെ ആ സങ്കല്പം കൊണ്ട് താൻ സൃഷ്ടിച്ചതായ ആ പ്രപഞ്ച വസ്തുക്കളിൽ ഈ വിരാട് രൂപത്തിൽ പ്രവേശിച്ചിട്ട് ഏത് വിധത്തിലാണ് ഈ വിരാട് രൂപിക്ക് ചലനശേഷി നൽകിയത് എന്നിങ്ങനെ വിവരിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ച പ്രകരണങ്ങളൊക്കെയാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്ത് സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.